ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്ന ടെക്നിക്കാണ്. നമ്മുടെ കൂടെ സംസാരിക്കുന്ന ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനായുള്ള 3 എളുപ്പവഴികളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. പൂർണ്ണമായും അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ സത്യമാണോ നമ്മോട് പറയുന്നത് എന്നറിയാൻ പറ്റുന്ന ടെക്നിക്സ്. അതായത് അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ, ഇനി അവർ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിനാദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ കുറച്ചു നേരം നന്നായി ഒന്ന് നിരീക്ഷിക്കണം. നിങ്ങൾക്കറിയാമോ, വളരെ ചെറിയൊരു ശതമാനം മാത്രമേ വാക്കുകളിൽ കൂടെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. മറിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു പോർഷനും നടക്കുന്നത് ബോഡി ലാംഗ്വേജ് വഴിയാണ്. അതായത് നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവവ്യത്യാസം അഥവാ ഫേഷ്യൽ എക്സ്പ്രഷൻ, പിന്നെ സംസാരത്തിൻ്റെ രീതി അഥവാ വോയിസ് മോഡുലേഷൻ എന്നിവ വഴി നമുക്ക് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പെട്ടെന്നറിയാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കണ്ണുകളാണ്. നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സ് എളുപ്പത്തിൽ വായിക്കാം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിലെ കൃഷ്ണമണി ഇടത്തേക്കോ അല്ലെങ്കിൽ വലത്തേക്കോ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയാണോ സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കൂ. അങ്ങനെ സംസാരിക്കുന്നവർ കോൺഫിഡൻസ് ഉള്ളവരും സത്യസന്ധരും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുള്ളവരുമാണ്. ഇനി അവർ സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നില്ല അഥവാ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി അല്ല സംസാരിക്കുന്നത് എന്ന് കരുതുക. അർത്ഥം അവർ ചിലപ്പോൾ നാണം കുണുങ്ങിയായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം കംഫർട്ട് അല്ലാത്തത് കൊണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങളോട് കള്ളം പറയുന്നതിൻ്റെ സൂചനയാകാം. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിലെ കൃഷ്ണമണി വളരെ വേഗത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിലോ? അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിലെ കൃഷ്ണമണി ഇടതുഭാഗത്തേക്കും മുകളിലേക്കുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി കണ്ട ഏതോ ഒരു കാഴ്ച ഓർത്തെടുക്കുന്നതിൻ്റെ സൂചനയാണത്. ഇനി നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ കണ്ണിലെ കൃഷ്ണമണി ഇടതുവശത്തേക്കും താഴോട്ടുമാണ് മൂവ് ചെയ്യുന്നത് എന്ന് കരുതുക. അത് ആ വ്യക്തി ഏതോ ഒരു ഫീലിംഗ് ഓർത്തെടുക്കുന്നതിൻ്റെ സൂചനയാണ്. പൊതുവെ കൃഷ്ണമണി സംസാരിക്കുമ്പോൾ താഴേക്ക് മൂവ് ചെയ്യുന്നത് എന്തെങ്കിലും കള്ളത്തനം ഉള്ളിലുള്ളപ്പോഴോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും കുറ്റബോധം ഉള്ളപ്പോഴോ ആയിരിക്കും. അതുമല്ലെങ്കിൽ അവർ നിങ്ങളിൽ ഡിസ്കംഫോർട്ടായിരിക്കും. ഇനി സംസാരിക്കുന്ന വ്യക്തിയുടെ കൃഷ്ണമണി വലത്തേക്കും താഴേക്കുമാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ അയാൾ വളരെ ഡിസ്കംഫോർട്ടായിരിക്കും നിങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ അവർ എന്തോ ഇല്ലാ കഥയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഇത് മിക്ക സാഹചര്യങ്ങളിലും കറക്റ്റായി വരാറുണ്ട്. ഇനി ചില വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവരുടെ കൃഷ്ണമണിയുടെ സൈസ് അഥവാ വലിപ്പം വ്യത്യാസപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ കൃഷ്ണമണി വികസിക്കുന്നത് അവർക്ക് എക്സൈറ്റ്മെൻറ്റ് അഥവാ അതിശയം ഉണ്ടാകുമ്പോഴാണ്. ഇനി അവരുടെ കൃഷ്ണമണി ചുരുങ്ങിയാണ് നിങ്ങൾ കാണപ്പെടുന്നതെങ്കിൽ, അതായത് ചെറിയ രീതിയിൽ അവരുടെ കൃഷ്ണമണി ചുരുങ്ങുന്നതായി കാണുന്നു, ഇത് അവരുടെ സ്ട്രെസ്സിനെ സൂചിപ്പിക്കുന്നു. അതുമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് അവർ യോജിക്കുന്നില്ല എന്ന സൂചനയാണിത്. ഇനി ഒരാൾ സംസാരിക്കുമ്പോൾ കണ്ണുകൾ ചിമ്മുന്നത് വച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ഒരാൾ ടെൻഷനിലാണെങ്കിൽ അയാൾ പെട്ടെന്ന് കണ്ണുകൾ ചിമ്മും. എന്നാൽ സംസാരിക്കുന്ന വ്യക്തി വളരെ റിലാക്സ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ, അതായത് അവർ നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളുടെ ബ്ലിങ്കിങ് റേറ്റ് കുറവായിരിക്കും. ഇനി നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് വായിക്കാൻ അടുത്തായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ മുഖഭാവത്തിലാണ്. അതായത് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ പുഞ്ചിരി ശ്രദ്ധിക്കുക. അവർ ജെന്യുവിൻ ആണെങ്കിൽ അവർ ചിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളുടെ കൃഷ്ണമണി ചെറിയ രീതിയിൽ ചുരുങ്ങുന്നതും അതുപോലെ തന്നെ അവർ ചിരിക്കുമ്പോൾ അവരുടെ കണ്ണിന് ചുറ്റും ചുളിവുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി ജെന്യുവിൻ അഥവാ നിങ്ങളോട് ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല എന്നതാണ് അർത്ഥം.
ഇനി നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിക്ക് ഇതൊന്നും കാണുന്നില്ല എങ്കിൽ അതിനർത്ഥം അയാൾക്ക് നിങ്ങളിൽ താല്പര്യക്കുറവ് എന്നതാണ് അർത്ഥം. നിങ്ങൾ ചിലർ സംസാരിക്കുമ്പോൾ അവരുടെ പുരികങ്ങൾ ഉയർത്തുന്നത് കണ്ടിട്ടില്ലേ? ഇതവരുടെ സ്ട്രെസ്സാണ് കാണിക്കുന്നത്. അതുപോലെ സംസാരിക്കുന്ന വ്യക്തി സർപ്രൈസ് ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളതിലും ആൾക്കാർ ഇതുപോലെ പുരികങ്ങൾ ഉയർത്താറുണ്ട്. ഇനി അവർ കണ്ണുകൾ ഉരുട്ടുകയും അതുപോലെ അവരുടെ ഐബ്രോസ് ഉയർത്തുകയും ചെയ്യുകയാണെങ്കിലോ? അതിനർത്ഥം അവർ സർപ്രൈസ് ആയെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം അറിഞ്ഞതിൻ്റെ എക്സ്പ്രഷനാണ് പ്രകടിപ്പിക്കുന്നത്. ഇനി ചില ആൾക്കാർ പല്ലുകൾ കടിച്ചു പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതവരുടെ ദേഷ്യമാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അയാൾ വളരെയധികം സ്ട്രെസ്സാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻസൈറ്റി അഥവാ ടെൻഷനുള്ള ആളുകൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ഇരിക്കാറുണ്ട്. ഇനി മൂന്നാമതായി നാം നോക്കേണ്ടത് സംസാരിക്കുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജും അവരുടെ ജെസ്റ്റേഴ്സ് അഥവാ ആംഗ്യങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ഒരാളുടെ ബോഡി ലാംഗ്വേജ് അഥവാ ജെസ്റ്റേഴ്സ് വഴിയാണ് പല കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ചിലർ കൈകൾ ക്രോസ് ചെയ്ത് കെട്ടിവെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് എന്തെങ്കിലും സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ചില കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന കാര്യത്തോട് അവർ ഡിസഗ്രി ചെയ്യുന്നതിൻ്റെ സൂചകമാണ് ഇത്തരം രീതിയിൽ കൈകെട്ടി നിൽക്കുന്നത്. അതുമല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഡിസ്കംഫോർട്ടായിരിക്കും നിങ്ങളുടെ സംസാരത്തിൽ. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി പോസ്ചറും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതുവഴി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടും. അതായത് സംസാരിക്കുന്ന വ്യക്തി വളരെ ഓപ്പണായിട്ടും വളരെ എക്സ്പാൻസീവുമായിട്ടാണ് പോസ്ചർ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി നേരെ മറിച്ച് അവർ ക്ലോസ്ഡ് പോസ്ചറാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അവർ കോൺഫിഡൻ്റ് അല്ല. അതായത് അവരുടെ ഉള്ളിൽ ചെറിയ രീതിയിൽ ആൻസൈറ്റി അഥവാ ഡിസ്കംഫോർട്ട് ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഒരാളുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ മുഖഭാവ വ്യത്യാസങ്ങൾ, അവരുടെ ജെസ്റ്റേഴ്സ്, അവരുടെ ആംഗ്യങ്ങൾ എന്നിവ നമുക്ക് അവരുടെ മനസ്സ് എളുപ്പത്തിൽ വായിക്കാൻ കഴിയും. നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ ചെറിയ കാര്യങ്ങളിലെ വ്യത്യാസം പോലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വളരെ വേഗത്തിൽ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് ഈസിയായി വായിച്ചെടുക്കാൻ കഴിയും. അവർ പോലും അറിയാതെ അവർ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്താണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നിങ്ങളോട് അവർ കള്ളമാണോ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് അവർ ജെനുവിനാണോ എന്നതും നിങ്ങൾക്ക് ഈ സ്കില്ലിലൂടെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെയുള്ള കൂടുതൽ അറിവിലേക്കായി ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും സജഷൻസും താഴെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതാണ്.